വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെഡിങ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വയനാടുള്ള അബാദ് ബ്രൂക്ക് സൈഡ് റിസോർട്ടിലേക്കാണ് കേട്ടോ പോയത്. ഈ സ്ഥലത്തിനെ പറ്റി ഞങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് തോന്നിയ ഡ്രോബാക്ക് കൂടി പറയാം കേട്ടോ. ഏകദേശം 2:30 ആയിരുന്നു ഞങ്ങളുടെ ചെക്കിംഗ് ടൈം. വീട്ടിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ, കേക്കും കൂടെ കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. റിസപ്ഷനിൽ ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയി. പോകുന്ന വഴിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയ സിറ്റ് ഔട്ട് ഉണ്ടായിരുന്നു. ശേഷം ഒരു ലിവിങ് റൂം, പിന്നെ അവിടെ ഒരു കോഫി ടേബിൾ, പേഴ്സണൽ ടേബിൾ, പിന്നെ ഒരു TV ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ സാധനങ്ങൾ റൂമിൽ ഓൾമോസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലിവിങ് റൂമിൽ നിന്ന് ഞങ്ങൾക്ക് നേരെ പ്രൈവറ്റ് പൂളിലോട്ട് പോകാൻ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോകുമ്പോൾ ഒരു ക്വീൻ സൈസ് ബെഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു വാക്കിംഗ് ക്ലോസറ്റ്, പിന്നെ വാഷ്റൂം, അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഈ സ്ഥലത്തു നിന്നെല്ലാം നമുക്ക് പ്രൈവറ്റ് പൂളിലേക്ക് പോകാനുള്ള ആക്സസ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ റൂംസിലും പൂൾ അവൈലബിൾ അല്ല. ഞങ്ങൾ പ്രൈവറ്റ് പൂളുള്ള ഒരു വില്ലയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ ഈ വില്ല. റൂമെല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി, ശരി ഡേ വേസ്റ്റ് ആക്കണ്ട, നമുക്കൊന്ന് നടന്ന് കാണാം. അങ്ങനെ നടക്കാൻ തുടങ്ങിയതാട്ടോ ഞങ്ങൾ. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഞങ്ങളെ കാണാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ മൊബൈലിൽ നോക്കിയും ഫോട്ടോ എടുക്കുകയും ഒരുമിച്ച് ചെയ്യുന്ന ഈ ചാനയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടന്നു. കുറേ ദൂരം ഉണ്ട് കേട്ടോ ഞാൻ റിസപ്ഷനിൽ നിന്ന് ഞങ്ങളുടെ റൂമിലോട്ട് എത്താൻ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഈ കണ്ട മരത്തിൻ്റെ പേരറിയാവോ? അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ പോകുന്ന വഴിക്കെല്ലാം ഓരോ വില്ലകളുണ്ടായിരുന്നു. ഇവിടെ പലതരത്തിലുള്ള റൂമുകളുണ്ട്. ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂംസ് ഉണ്ട്, പിന്നെ ബാച്ചിലേഴ്സ് റൂംസുകൾ അവൈലബിൾ ആണ്, പിന്നെ റൂം വിത്ത് പ്രൈവറ്റ് പൂളും അവൈലബിൾ ആണ്. ഞാൻ ഈ ചാനോട് പറയായിരുന്നു, ശരിക്കും ഓരോ വീടിൻ്റെ മുന്നിലൂടെ നടക്കുന്ന പോലെയില്ലേ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാനെന്ന്. ഈ കാഴ്ചകളെല്ലാം കാണുന്നതിന് കൂടെ ഞങ്ങൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരുടെ ലൈഫിലും എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഒരു മാരീഡ് ലൈഫ് എന്ന് പറയുമ്പോൾ പരസ്പരം പഠിച്ചും പഠിപ്പിച്ചും ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻ്റൊക്കെ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എസ്പെഷ്യലി എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾക്ക് കുറച്ചുകൂടി മെച്യൂറായി ഡിസിഷൻ എടുക്കാനും ഒരു ക്ലാരിറ്റിയൊക്കെ വന്നതും എനിക്ക് ഇച്ചാൻ്റെ ലൈഫിൽ വന്നതിന് ശേഷമാണ് കേട്ടോ. സമയം ഏകദേശം 3 മണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും കോടമഞ്ഞെല്ലാം വന്ന് ആ ഒരു സ്ഥലത്തെ മൊത്തമായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാക്കി മാറ്റി. അരുവിയിൽ ഇറങ്ങണോ ഇറങ്ങണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ ഞാനിരിക്കണത്. എന്തായാലും ശരി കാല് നനയ്ക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ ഭയങ്കര തണുപ്പായിരുന്നു. ഇശാൻ എന്നോട് പറയുമായിരുന്നു, മലയിടുക്കുകളിൽ നിന്നെല്ലാമാണ് ഈ അരുവി വരുന്നത്, അതുകൊണ്ടാണ് അത് ഇത്രയും തണുപ്പായിട്ട് ഒഴുകുന്നത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം എന്തോ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഈ വാട്ടർ. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ലഞ്ച് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. ലഞ്ചിന് ഞങ്ങൾ ബിരിയാണിയും ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. ഇറ്റ് വാസ് ജസ്റ്റ് ഓക്കെ. അന്ന് ഈവനിങ് ഞങ്ങൾ കാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കൂ കേട്ടോ. നെക്സ്റ്റ് മോർണിംഗ് ഞങ്ങൾ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മോർണിംഗ് വാക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം ഞങ്ങളുടെ വില്ലയിൽ നിന്ന് ഹോട്ടലിലേക്ക് എത്താൻ തന്നെ അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. സോ ഇതെല്ലാം ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. റെസ്റ്റോറൻറ്റിന് താഴെയായിട്ട് ഒരു ഇൻഫിനിറ്റി പൂളും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ദിവസത്തെ 3 ടൈമുള്ള ഈ ഫുഡ് അടിയിൽ വെച്ചിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. കാരണം എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്തെന്നില്ലാത്ത വിശപ്പാണ്. എന്ന് വെച്ച് ഇത് മൊത്തം എനിക്കുള്ളതല്ല കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് ഷെയർ ചെയ്തിട്ടാട്ടോ കഴിച്ചത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ പറയാൻ വിട്ടുപോയി,
ഈ റിസോർട്ടിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നമുക്ക് കോംപ്ലിമെൻ്ററി ആയിരുന്നു കേട്ടോ, വിച്ച് വാസ് റിയലി നൈസ്. മലയുടെ ഇടയിലുള്ള ഒരു കാട്ടിലാണ് കേട്ടോ ഈ റിസോർട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മൾ കാട്ടിലെ ഒരു ട്രക്കിങ്ങിന് പോയി അവിടെ സ്റ്റേ ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു തണുപ്പും ആ ഒരു കാംനെസ് ഭയങ്കര ഒരു ഡീടോക്സിഫയിങ് ആണത്. അതുകൊണ്ട് തന്നെ ചില റിസ്കി എലമെൻറ്റ്സും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഡേ ടൈം നമ്മൾ എവിടെയെങ്കിലും സൈറ്റ് സീയിങ്ങിന് പോവുകയാണെങ്കിൽ തിരിച്ച് 6 PM മുന്നേ വന്നിരിക്കണം. ട്രാവൽ സേഫ് ആക്കാനാണ് അവരങ്ങനെ പറയുന്നത്. കുറച്ച് നേരം കൂടെ ഞങ്ങൾ പൂളിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പ്രിപ്പറേഷനായി കേട്ടോ. ഈ റിസോർട്ടിൻ്റെ റിസപ്ഷന് മുൻപിലുള്ള ഈ റൂട്ട് മാപ്പ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അടുത്തുള്ള കുറച്ച് സ്ഥലം കൂടി പോവാൻ ഇതുകൊണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്തു. ഈ സ്ഥലത്തിൻ്റെ ഒരു ഡ്രോബാക്ക് പറയാമെന്ന് പറഞ്ഞില്ലേ, ഇത് തന്നെയാണത്. നമ്മൾ താമരശ്ശേരി ചുരത്തിലോട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ റിസോർട്ടുള്ളത്. അവിടെ നിന്ന് ഒരു ഓഫ് റോഡ് എടുത്തിട്ട് വേണം ഈ റിസോർട്ടിലേക്ക് വരാൻ. ഈ കാണുന്നതാണ് റോഡെന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ഓഫ് റോഡാണ്. ശരിക്കും ഒരു കാട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് വണ്ടിയെല്ലാം കൊണ്ടുപോകുന്നവർ ഭയങ്കരമായിട്ട് കെയർഫുള്ളായിട്ടിരിക്കണം. അത് അവർ തന്നെ പറയുന്നുണ്ട്. ചിലപ്പോൾ ചെറിയ വണ്ടികളൊക്കെ ആണെങ്കിൽ അടിഭാഗം തട്ടാനുള്ള സാധ്യത ഉണ്ട്. അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ പോയത് ലക്കിടി വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ഈ കാണുന്നതാണ് ലക്കിടി വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താമരശ്ശേരി ചുരം മൊത്തമായിട്ട് കാണാൻ പറ്റും. അവിടെ നിന്ന് ചെറുതായിട്ടുള്ള റോഡുകളും അതിലൂടെ ഒരുപാട് വാഹനങ്ങൾ പോകുന്നതും കാണാൻ പറ്റും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഭയാനകവും അതിൽ പരം ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ഇത് കാണാൻ. അത് കഴിഞ്ഞ് പെട്ടെന്നുണ്ടായൊരു പ്ലാനിൽ പോയതാണ് കേട്ടോ പൂക്കോടിലേക്ക്. വയനാട് വന്നാൽ പിന്നെ പൂക്കോടിലേക്ക് പോവാതെ എങ്ങനെ? അങ്ങനെ ഞങ്ങൾ പൂക്കോടിലേക്ക് കാണാനായിട്ട് ഇറങ്ങി. ഞങ്ങൾ പോയതൊരു വർക്കിംഗ് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് റഷൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊരു ഐസ്ക്രീമും പിന്നെ ഒരു പൊട്ടാറ്റോ ട്വിസ്റ്ററൊക്കെ കഴിക്കാനുള്ള ഒരു ആഗ്രഹം. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, അതൊക്കെ വാങ്ങി കഴിച്ച് നടന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ബോട്ടിങ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആദ്യം വിചാരിച്ചു പോകണ്ടാന്ന്, പിന്നെ ഒരു വലിയ ഡിബേറ്റിന് ശേഷം ഞങ്ങൾ ചിന്തിച്ചു ശരി പോയേക്കാം. എന്തിനാണ് ഇങ്ങനെയുള്ള ചില അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുന്നതെന്ന്. അതിനൊരു മെയിൻ കാരണമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഇതുപോലെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ബോട്ടിങ് ഉണ്ടായിരുന്നു, പക്ഷേ അത് നമുക്ക് പോകാൻ പറ്റിയില്ല. സോ ഇപ്രാവശ്യം ഞങ്ങളത് എന്തായാലും മിസ് ചെയ്യില്ല എന്ന് വെച്ച് ഞങ്ങൾ ബോട്ടിങ്ങിനായിട്ട് തയ്യാറെടുത്തു. ബോട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ പറഞ്ഞു ഈ ചാൻസ് മിസ് ചെയ്തിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോയേനെ എന്നുള്ളത്. അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ലേക്കിലൂടെയുള്ള ബോട്ടിങ്. ഞങ്ങൾ ബോട്ടിങ് ചെയ്തിട്ട് പകുതി എത്തിയപ്പോൾ കണ്ട കൂട്ടുകാരനാണ് കേട്ടോ ഇത്. ഞങ്ങൾ ബോട്ടിങ് ചെയ്ത് തിരിച്ചു വരുന്നവരെയും ഇദ്ദേഹം ഇതേ പൊസിഷനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പലതരം പോസിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾക്ക് ഒരുപാട് സമയം ഷൂട്ട് ചെയ്യാൻ പറ്റി. പക്ഷെ ഇപ്പോഴും അത് എന്ത് ബേർഡാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ലേക്കിന് ചുറ്റും ബോട്ടിംഗ് അല്ലാതെ നടന്നു പോകാനുള്ള അവസരമുണ്ട് കേട്ടോ. അതിനുള്ള പ്രത്യേക സ്ഥലം അവിടെയുണ്ട്. ഒരുപാട് പേര് അങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പക്ഷേ ഓപ്റ്റ് ചെയ്തത് ബോട്ടിംഗ് ആണ്. ഈ ലേക്കിന് ചുറ്റുമുള്ള ഈ ചെടികൾ ഇതിനൊരുപാട് ഭംഗി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ തടാകം ചുറ്റുമായിട്ട് ഒരു പിങ്ക് നിറം ഇത് തരുന്നുണ്ടായിരുന്നു. ബോട്ടിങ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി കേട്ടോ. എന്തൊക്കെയോ അക്കംപ്ലിഷ് ചെയ്ത പോലെ. ഒരു സമയത്ത് ഞാൻ ഭയങ്കര പേടിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ ബോട്ടിങ്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഞാൻ മുന്നത്തെ സമയത്തെല്ലാം ബോട്ടിങ് ചെയ്യാതിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് എൻ്റെ തന്നെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന പോലെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായി. പിന്നെ പൂക്കോട് ലേക്കിൻ്റെ എൻട്രൻസ് കഴിഞ്ഞ ഉടൻ തന്നെ ഇങ്ങനെ ചിൽഡ്രൻസ് പാർക്കൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ പൂക്കോട് ലേക്ക് കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ വയറ് ശരിക്കും ഞങ്ങളോട് സംസാരിക്കുന്നത് പോലെ തോന്നി. ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ വഴിയിൽ കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത് തന്നെ അവരുടെ തന്നെ കഫേയും ഉണ്ടായിരുന്നു.
ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ദൈവകൃപയാൽ വളരെ നന്നായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഇനിയും ഒരുപാട് വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.